വിചാരിക്കുന്നു. ഇറ്റ്സ് എൻ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. അതിന്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ബേസിക് ടേംസ് ആയിട്ടുള്ള 4 ടേംസ് നോക്കി. ഒന്ന് എൻറ്റിറ്റി, ട്രാൻസാക്ഷൻ, ക്യാപിറ്റൽ, ഡ്രോയിങ്സ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്ന ടേം എന്ന് പറയുന്നത് ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണോ മണി ബോറോ ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ഹു ആർ ദ ബോറോവേഴ്സ്, അവരെ പറയുന്നതാണ് ഡെപ്റ്റേഴ്സ്. കമ്പനിയിൽ നിന്ന് ആരാണോ എമൗണ്ട് അല്ലെങ്കിൽ ഗുഡ്സ് ബോറോ ചെയ്തേക്കുന്നത് അവരെ പറയുന്നതാണ് ഡെപ്റ്റേഴ്സ്. ഓക്കെ, സോ ഡെപ്റ്റേഴ്സ് ആർ ദ പേഴ്സൺസ് ഹു ഓവ് മണി ടു ദ ബിസിനസ്. ബിസിനസ്സിലേക്ക് കടപ്പെട്ടിരിക്കുന്നവരാണ്, ബിസിനസ്സിനോട് കടപ്പെട്ടിരിക്കുന്നവരാണ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ദേ ആർ ദ അസറ്റ്സ് ഓഫ് ദ കമ്പനി. അസറ്റ്സ്, അതായത് അവരിൽ നിന്ന് നമുക്ക് എന്താണ് ഓർഗനൈസേഷൻ മണി റിക്കവർ ചെയ്യാനുണ്ട്. സോ ദേ ആർ ദ അസറ്റ്സ് ഓഫ് ദ കമ്പനി. ഓക്കെ, സോ ഇനി വാട്ട് ആർ അസറ്റ്സ്? Assets are the economic resources of an enterprise. ഒരു ഓർഗനൈസേഷനിൽ എന്തൊക്കെ മണി ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന റിസോഴ്സസ് ഉണ്ടോ അതിനെ പറയുന്നതാണ് അസറ്റ്സ് എന്ന് പറയുന്നത്. അസറ്റ്സ് ആർ ദ എക്കണോമിക് റിസോഴ്സസ് ഓഫ് an enterprise. അതായത് മോണിറ്ററി ടേംസിൽ, മണി ടേംസിൽ നമ്മൾക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന എക്കണോമിക് റിസോഴ്സസ് അതിനെ പറയുന്നതാണ് എന്ത്? അസറ്റ്സ് എന്ന് പറയുന്നത്. Assets are of 2 types: fixed assets and current assets. Fixed assets and current assets. Fixed assets എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ fixed assets are the assets which are held for a long period of time, more than a year എന്ന് പറയാം. Example, land and building, plant and machinery, furniture. ഇങ്ങനത്തെ നമ്മൾക്ക് ലോങ് ടേം പീരീഡിലേക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന അസറ്റ്സ് ആണ്, കൈവശപ്പെടുത്തി വെക്കാൻ പറ്റുന്ന അസറ്റ്സ് ആണ് എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ്സ്. ലാൻഡ്, ബിൽഡിംഗ്, അതുപോലെ തന്നെ അതിൽ നിന്ന് ബെനിഫിറ്റ് ഏൺ ചെയ്യുന്നത് കാലാകാലങ്ങളോളം നിലനിൽക്കും. എക്സാമ്പിൾ, ലാൻഡ് ആണെങ്കിൽ നമ്മുടെ കൈവശം ലാൻഡ് ഉണ്ടെങ്കിൽ വി ആർ ബിൽഡിംഗ് എ ഹൗസ് ദെയർ. അപ്പൊ അവിടെ എന്താണ് ബിൽഡിംഗ് പ്രോപ്പർട്ടി ദെയർ. അപ്പൊ അവിടെ എന്താണ് കാലാകാലങ്ങളോളം നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതിനെ പറയുന്നതാണ് ഫിക്സഡ് അസറ്റ്സ് which are held for a long period of time. Current assets are those assets which are held for a short period of time, less than a year എന്നാണ് പറയുന്നത്. For example, short term loans. Short term loans നമ്മൾ അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഷോർട്ട് ടേം പേയ്മെന്റ്സ്. For example, ഒരു പെർട്ടിക്കുലർ പേഴ്സൺ borrowed 10,000 rupees for a period of 6 months. 10,000 അങ്ങനത്തെ ഷോർട്ട് എമൗണ്ട്സ് ഒക്കെ ആകുമ്പോൾ, സ്മോൾ എമൗണ്ട്സ് ഒക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും അതിന്റെ റിക്കവറി പീരീഡും ചെറുതായിരിക്കും. അപ്പൊ കറന്റ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ which are held for a short period. അതിലൊരു എക്സാമ്പിൾ ആണ് നമുക്ക് ഡെപ്റ്റേഴ്സ് വരുന്നത്. ഓക്കെ, അപ്പൊ ഡെപ്റ്റേഴ്സ് ആണ് എന്താണെന്ന് ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഡെപ്റ്റേഴ്സ് ആർ ദ പേഴ്സൺസ് ഹു ഓവ് മണി ടു an enterprise. എന്റർപ്രൈസ് അല്ലെങ്കിൽ ഓർഗനൈസേഷനോട് കടപ്പെട്ടിരിക്കുന്നവർ. ഫോർ എക്സാമ്പിൾ, എ എന്ന പേഴ്സൺ who purchased goods from an organization on credit. കടത്തിനാണ് എന്ത് ചെയ്തേക്കുന്നത്? ഓർഗനൈസേഷൻ ഗുഡ്സ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഗുഡ്സിന്റെ വാല്യൂ ഇസ് 10,000 rupees. ഓക്കെ, സോ സ്മോൾ എമൗണ്ട്സ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും റീപേയ്മെന്റ് പീരീഡും ചെറുതായിരിക്കും. സോ ഡെപ്റ്റേഴ്സ് എന്ത് ചെയ്യണം? ദീസ് പേഴ്സൺസ് ഷുഡ് റീപേ ദ മണി വിത്തിൻ 1 year. നമ്മളല്ല ഈ കറന്റ് അസറ്റ്സ് നമുക്ക് ഡേ ടു ഡേ വർക്കിംഗ് അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കറന്റ് അസറ്റ്സ് ഉപയോഗിക്കുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം റിക്വയർമെന്റ്സ് ആയിട്ട് ഡേ ടു ഡേ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കറന്റ് അസറ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് ക്യാഷ്. ക്യാഷ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് പെട്ടെന്ന് നമുക്ക് ഒരു പെർട്ടിക്കുലർ റിക്വയർമെന്റ് വന്നു കഴിഞ്ഞാൽ മീറ്റ് ചെയ്യാൻ എന്താണ് ക്യാഷ് എന്ന് ഉപയോഗിക്കാം. അതേപോലെ സ്റ്റോക്ക്, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സ്റ്റോക്ക് എന്ന് പറയുന്ന ഗുഡ്സിനാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. സോ സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ് ഇതൊക്കെ എന്താണ് കറന്റ് അസറ്റ്സ് ആണ്. അതായത് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെയിലി വരുന്ന റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ പെട്ടെന്നൊരു ആവശ്യം വരികയാണ് ക്യാഷിന്. ഓക്കെ, അപ്പോഴാണ് നമ്മൾ കറന്റ് അസറ്റ്സ് ആണ് ഉപയോഗിക്കുക. പെട്ടെന്ന് നമുക്കൊരു ക്യാഷ് വരുന്നു, കറന്റ് അസറ്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടേം ഇസ് ലയബിലിറ്റീസ്. Liabilities. What are liabilities? Liabilities are obligations for an organization to be paid after some time. Liabilities in an organization ആരോടൊക്കെ കടപ്പെട്ടിരിക്കുന്നു?
ഓർഗനൈസേഷൻ എന്തൊക്കെ ഡെപ്റ്റുകൾ ഉണ്ട്, എന്തൊക്കെ ഒബ്ലിഗേഷൻസ് ഉണ്ട്, അതിനെ പറയുന്നത് ലയബിലിറ്റീസ്. അല്ല, ഓർഗനൈസേഷന് എന്തൊക്കെ ഒബ്ലിഗേഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ ഡെപ്റ്റുകൾ ഉണ്ട്, അതും ഫ്യൂച്ചറിൽ പേ ഓഫ് ചെയ്യേണ്ട എന്തൊക്കെ കടങ്ങളുണ്ട്, അതിനെ പറയുന്നതാണ് ലയബിലിറ്റീസ്. ദാറ്റ് ഈസ് ഓർഗനൈസേഷൻസ് obligations or debt, അതിനെ പറയുന്നതാണ് liabilities എന്ന് പറയുന്നത്. Liabilities are two types: fixed liabilities and current liabilities. Fixed liabilities are the liabilities which are to be paid after a 1 year or more. Repayment period എന്ന് പറയുന്നത് more than a year ലേക്ക് വരുന്നതാണ് fixed liabilities. അതായത് fixed liabilities ആണ് repayment period എന്ന് പറയുന്നത് more than year ലേക്ക് നിൽക്കുന്നത്, അതിനെ പറയുന്ന fixed liabilities. Current liabilities എന്ന് പറഞ്ഞാൽ repayment period ഷോർട്ട്, വിത്തിൻ എ ഇയറിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം, റീപേ ചെയ്തിരിക്കണം. ഓക്കെ, സോ ഫിക്സഡ് ലയബിലിറ്റീസ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ലോങ് ടേം ലോൺ. എക്സാമ്പിൾ, ഒരു ഓർഗനൈസേഷൻ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഒരു 10 lakhs rupees ബാങ്കിൽ നിന്ന് ലോൺ എടുത്തേക്കാണ്. സോ 10 lakhs ഓട്ടോമാറ്റിക്കലി എമൗണ്ട് കൂടുന്നതോറും റീപേമെന്റ് പീരീഡ് കൂടും. സോ റീപേമെന്റ് പീരീഡ് ഇസ് 5 years. സോ അതിനെ പറയുന്നതാണ് ഫിക്സഡ് ലയബിലിറ്റീസ്. 5 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്താൽ മതി, അത് റീപേ ചെയ്ത് കൊടുത്താൽ മതി. ആ 10 lakhs 5 yearsനുള്ളിൽ എന്ത് ചെയ്താൽ മതി, റീപേ ചെയ്ത് കൊടുത്താൽ മതി. സോ ദാറ്റ് ഇസ് ഫിക്സഡ് ലയബിലിറ്റീസ്. കറന്റ് ലയബിലിറ്റീസിന് ഒരു എക്സാമ്പിൾ ആണ് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആർ ദ പേഴ്സൺസ് ഹു ഗിവ് മണി ടു ദ ബിസിനസ്, അല്ലെങ്കിൽ ബിസിനസ് ആരോടൊക്കെ കടപ്പെട്ടിരിക്കുന്നു അതിനെ പറയുന്നതാണ് ക്രെഡിറ്റേഴ്സ്. Okay, so debtors on that term go to debtors എന്ന് പറഞ്ഞാൽ are the persons who owe money to the business, who are debted towards the business. ബിസിനസിനോട് കടപ്പെട്ടിരിക്കുന്നവരാണ് എന്ന് പറയുന്ന ഡെപ്റ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ആരോടാണ് കടപ്പെട്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, a particular business has bought some goods. Okay, some goods from a creditor A for rupees 10,000. ഇവിടെ ബിസിനസ് ആണ് കേട്ടോ പർച്ചേസ് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ ബിസിനസ് ആണ് പർച്ചേസ് ചെയ്തേക്കുന്നത്. സോ ബിസിനസ് ഷുഡ് റീപേ ദിസ് 10,000. ഷോർട്ട് പീരീഡിനുള്ളിൽ 1 ഇയറിനുള്ളിൽ എന്ത് ചെയ്യണം, 10,000 rupees റീപേ ചെയ്തിരിക്കണം. ഗുഡ്സ് പർച്ചേസ് ചെയ്തേക്കാണ്. സോ ക്രെഡിറ്ററിനോട് എന്ത് ചെയ്യണം, കടപ്പെട്ടിരിക്കുകയാണ് ഓർഗനൈസേഷൻ. സോ ഓർഗനൈസേഷൻ ഷുഡ് റീപേ ദിസ് 10,000 rupees ടു എ. ഇതുവരെ നമ്മൾ നോക്കി എന്താണ് ലയബിലിറ്റീസ്, എന്താണ് അസറ്റ്സ് എന്ന് നോക്കി. Assets are two types: current assets and fixed assets. Liabilities അതേപോലെ രണ്ട് തരമുണ്ട്: fixed liabilities or long term liabilities അല്ലെങ്കിൽ and current liabilities. Okay, so നമ്മൾ liabilities നോക്കി, assets നോക്കി, so debtors നോക്കി, creditors നോക്കി. Next term എന്ന് പറയുന്നത് stock. Stock എന്ന് പറഞ്ഞാൽ goods ആണ് stock എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ എന്തൊക്കെ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു, ഓക്കെ, അല്ലെങ്കിൽ എന്തൊക്കെ ഗുഡ്സ് സെൽ ഔട്ട് ചെയ്യുന്നു, അതിനെ പറയുന്ന സ്റ്റോക്ക്. സ്റ്റോക്ക് ഇസ് എ കറന്റ് അസറ്റ്. ഡേ ടു ഡേ വർക്കിംഗ് അല്ലെങ്കിൽ ഡേ ടു ഡേ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ന് പറയുന്നത് ഗുഡ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് പറയുന്നത്. സോ സ്റ്റോക്ക് ഇസ് എ കറന്റ് അസറ്റ്. കറന്റ് അസറ്റ് സ്റ്റോക്ക് ആർ ഓഫ് 3 types: raw materials, work in progress, finished goods. 3 types വരുന്നുണ്ട്. റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ, വുഡ് ഇസ് എ റോ മെറ്റീരിയൽ. ഈ വുഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊഡക്ഷൻ ശേഷം, ഇതാണ് വർക്ക് ഇൻ പ്രോഗ്രസ്. പ്രൊഡക്ഷൻ നടന്നതിന് ശേഷം ഇറ്റ് ഇസ് മെയ്ഡ് ഇൻ ടു എ ചെയർ. ചെയർ ആണ് ഫിനിഷ്ഡ് ഗുഡ്. ഓക്കെ, സോ 3 തരത്തിലുള്ള സ്റ്റോക്ക് ആണ്, ടൈപ്സ് ഓഫ് സ്റ്റോക്ക് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. റോ മെറ്റീരിയൽസ്, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്. ഒരു മാനുഫാക്ചറിംഗ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺസേൺ ആണെങ്കിൽ ഒരു ചെയർ അല്ലെങ്കിൽ ടേബിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്, മാനുഫാക്ചറിംഗ് കമ്പനി ആണെങ്കിൽ ദിസ് വുഡ് ഇസ് എ റോ മെറ്റീരിയൽ ഫോർ ദം. ഈ വുഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മാനുഫാക്ചർ ചെയ്ത് അത് എന്താണ് ഫൈനൽ ഗുഡ് ആക്കി വരുന്നതാണെന്ന് പറയുന്നത് ചെയർ അല്ലെങ്കിൽ ടേബിൾസ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ടൈപ്സ് ഓഫ് സ്റ്റോക്സ് എന്ന് പറയുന്നത്. ഇത് സ്റ്റോക്ക് എന്ന് പറയുന്നത് കറന്റ് അസറ്റ്. ഈ സ്റ്റോക്കുകൾ നമ്മൾ പർച്ചേസ് ചെയ്യാം, സെൽ ചെയ്യാം.
സോ പർച്ചേസസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ എക്സ്പെൻസ് ടു ദ ഓർഗനൈസേഷൻ, സെയിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ഇൻകം ടു ദ ഓർഗനൈസേഷൻ. എക്സാമ്പിൾ, ഈ റോ മെറ്റീരിയൽസ് വുഡ് എന്ന് പറയാൻ നമ്മൾ പർച്ചേസ് ചെയ്യാണ് ചെയ്യുന്നത്. പർച്ചേസ് നമ്മൾ എന്ത് ചെയ്യണം? പേയ്മെന്റ് നടത്തണം. സോ പർച്ചേസ് എൻ എക്സ്പെൻസ് ടു ദ ഓർഗനൈസേഷൻ. ഇനി ഈ വുഡിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് വർക്ക് ഔട്ട് ചെയ്ത് ഫിനിഷ് ഗുഡ്സ് ആക്കി മാറ്റി ചെയർ ആക്കി മാറ്റി ദിസ് chairs are sold to customers. So sales എന്ന് പറയുന്നത് എന്താണ്? ഇൻകം. നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? അതിനുള്ള എമൗണ്ട് കിട്ടുന്നു. So sales are the incomes to the organization. So purchase is an expense and sales is an income. So ഇതാണ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. Okay. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ other term is profit. Next term is profit. Profit എന്ന് പറഞ്ഞാൽ excess of incomes over expenses. ഇൻകംസ് കൂടുക, എക്സ്പെൻസ് കുറയുക, ഓട്ടോമാറ്റിക് നമുക്ക് എന്ത് കിട്ടുന്നു? ലാഭം കിട്ടുന്നു അല്ലെ? ഇപ്പൊ എക്സാമ്പിൾ, ഒരു ഓർഗനൈസേഷൻ കിട്ടുന്ന ഇൻകം ഇസ് 1 lakh, expense is 20,000. So what is the profit? 1 lakh minus 20,000, 80,000 ആണ് എന്ത് പറയുന്നത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻസസ്. എപ്പോഴാണോ വരവ് കൂടുന്നു ചെലവ് കുറയുന്നു, അതിലൂടെ നമുക്ക് എന്ത് കിട്ടുന്നു? പ്രോഫിറ്റ് കിട്ടുന്നു. ഇനി ലോസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ഞാൻ ഓപ്പോസിറ്റ് അല്ലെ, അവിടെ ഞാൻ എക്സ്പെൻസസ് കൂടുന്നു ഇൻകംസ് കുറയുന്നു. ഓക്കെ, അതിനെ പറയുന്ന ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് ഗെയിൻ. പ്രോഫിറ്റും ഗെയിനും രണ്ട് ടേമാണ്. ഗെയിൻ ഇസ് ഡിഫറെന്റ്. ഗെയിൻ എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്ടഡ് പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗെയിൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ലാൻഡ്. എക്സാമ്പിൾ, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ലാൻഡ്. ഒരു ലാൻഡിന്റെ വാല്യൂ 10 lakhs rupees ആണ് ലാൻഡിന്റെ വാല്യൂ. It is sold for 12 lakhs. So the profit on sale of land is 2 lakh. Okay. Gain എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്ടഡ് ആണ്, നമുക്ക് അറിയില്ല. വിന്നിങ്സ് ഫ്രം ലോട്ടറി അടിക്കുക. ഓക്കെ, വിന്നിങ്സ് ഫ്രം ലോട്ടറി. അതേപോലെ ഒരു പെർട്ടിക്കുലർ ഫിക്സഡ് അസറ്റ് നമ്മൾ വിറ്റ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻകം, ഗെയിൻ, ലാഭം. എക്സാമ്പിൾ, 10 lakhs വാല്യൂ ഒരു ലാൻഡ് ഇത് സോൾഡ് ഫോർ 12 lakhs. സോ 2 lakhs എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ഗെയിൻ അല്ലെ? അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടുന്നതാണ്, നമുക്ക് അറിയില്ല. ലാൻഡിന്റെ വാല്യൂസ് ഒക്കെ ഇപ്പോഴും എന്താണ്? ഫ്ലക്ച്വേറ്റിംഗ് ആണ്. സോ 10 lakhsഉം 12 lakhsഉം അപ്പൊ ആ ഡിഫറൻസ് ആയിട്ടുള്ള 2 lakhs ആണ് എന്ത് പറയുന്നത്? ഗെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ടേം ഇസ് ഡിസ്കൗണ്ട്. നെക്സ്റ്റ് ടേം ഇസ് ഡിസ്കൗണ്ട്. Discount means reduction in the price of goods sold. Goods വിൽക്കുമ്പോൾ അതുമ്മ ഒരു റിഡക്ഷൻ കൊടുക്കുക, പ്രൈസിൽ ഒരു റിഡക്ഷൻ കൊടുക്കുക. ഇപ്പൊ എക്സാമ്പിൾ, goods costing 10,000 is sold for 9,500. അപ്പൊ 500 ആണ് എന്ത് പറയുന്നത്? ഡിസ്കൗണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഡിസ്കൗണ്ട്? റിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ്സ് സോൾഡ്. വിൽക്കുമ്പോ ഗുഡ്സിന്റെ വാല്യൂവിൽ ഒരു റിഡക്ഷൻ ചെയ്യാം, ഒരു കുറവ്, അതിനെ പറയുന്നതാണ് എന്ത്? ഡിസ്കൗണ്ട്. ഇപ്പൊ 10,000 വാല്യൂള്ള ഗുഡ്സ് 9,500 ആണ് വിൽക്കുന്നത്. സോ 500 is a discount to the purchaser. Okay, so discounts are two types. One is trade discount and the other is cash discount. രണ്ട് തരമുണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട്, ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. Trade discount is provided by the manufacturer to the wholesalers and wholesalers provide to retailers. അത് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കുന്നതാണ് എന്ത്? ട്രേഡ് ഡിസ്കൗണ്ട്. അതായത് മാനുഫാക്ചർ ചെയ്യുക. ഒരു എക്സാമ്പിൾ, ഒരു ഹോൾസെയിലർ, അതായത് ബൾക്കിൽ വിൽക്കുന്ന ഡീൽ ചെയ്യുന്ന ഒരാൾ, ബൾക്കിൽ ഗുഡ്സ് ഡീൽ ചെയ്യുന്ന ഒരാൾ, അയാള് ആക്ച്വൽ മാനുഫാക്ചറിൽ നിന്ന് ബൾക്കിൽ ഗുഡ്സ് വാങ്ങിക്കുകയാണ്. ഓക്കെ, അപ്പൊ ആ ബൾക്കിന് വാങ്ങിക്കുമ്പോൾ എന്തായിരിക്കും? അയാൾക്ക് ഒരു റിഡക്ഷൻ എന്തായാലും കിട്ടും. അതായത് ഫുൾ എമൗണ്ട് എന്തായാലും ആ മാനുഫാക്ചറിൽ നിന്ന് വാങ്ങിക്കില്ല. അതിനെ പറയുന്നതാണ് ട്രേഡ് ഡിസ്കൗണ്ട്. സിമിലർലി മാനുഫാക്ചറേഴ്സ് ടു ഹോൾസെയിലേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഹോൾസെയിലേഴ്സ് എന്ത് ചെയ്യുന്നു? റീറ്റെയിൽ ഷോപ്സിലേക്ക് എന്ത് ചെയ്യുന്നു? ഇതേപോലെ തന്നെ ഗുഡ്സ് വിൽക്കുന്നു.
അപ്പൊ റീറ്റെയിലേഴ്സിന് എന്ത് കിട്ടുന്നു? ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് കിട്ടുന്നു. അതിനെ പറയുന്നതാണ് ട്രേഡ് ഡിസ്കൗണ്ട്. ആൻഡ് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദിസ് റീറ്റെയിലേഴ്സ് സെൽ ടു കസ്റ്റമേഴ്സ്, കസ്റ്റമേഴ്സിന് കിട്ടുന്നതാണ് അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സിന് കിട്ടുന്നതാണ് എന്ന് പറയുന്നത് ക്യാഷ് ഡിസ്കൗണ്ട്. ഓക്കെ, അത് നമുക്ക് വേണമെങ്കിൽ ഈ എക്സാമ്പിൾ പറയാം. 10,000 വാല്യൂള്ള ഗുഡ്സ് അല്ലെങ്കിൽ 10,000 വാല്യൂള്ള ഗുഡ്സ് ഒരു ഡെപ്റ്റർ വാങ്ങിക്കുകയാണ്. അവിടെ 10,000 പകരം റീപേയ്മെന്റ് പീരീഡ് ആയപ്പോ 9,500 വാങ്ങിക്കുന്നത്. അതെന്തിനാണ്? പ്രോംപ്റ്റ് പേയ്മെന്റ്, ഓൺ ടൈം പേയ്മെന്റ് ഡെപ്റ്റേഴ്സ് നടത്താൻ വേണ്ടിയിട്ട് കൂടി എന്ത് ചെയ്യുന്നു? ക്യാഷ് ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ഓൺ ടൈമിന് ഡെപ്റ്റേഴ്സ് എന്ത് ചെയ്യാൻ? റീപേയ്മെന്റ് നടത്താൻ കൂടി വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? നമുക്ക് വേണമെങ്കിൽ ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ 10,000 വാല്യൂള്ള ഗുഡ്സ് ക്രെഡിറ്റിന് എന്ത് ചെയ്തു? സെൽ ഔട്ട് ചെയ്തു. അപ്പോ റീപേയ്മെന്റ് പീരീഡ് ആവുമ്പോൾ 10,000 പകരം ഒരു 9,500 അല്ലെങ്കിൽ 9,000 വാങ്ങിക്കും. എന്തിനു വേണ്ടിട്ടാ? ഓൺ ടൈം ആയിട്ടൊക്കെ പേയ്മെന്റ് നടത്താനൊക്കെ വേണ്ടിയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യാം. So trade discount is provided by the manufacturers to wholesalers and the wholesalers to retailers, and the cash discount is provided by the particular retailers towards the customers. Okay, so fine. I think എന്താണ് ഈ ടേംസ് ഒക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. I think you got familiar with these terms and terms. Okay. അപ്പോ ഇതാണ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പോ നിങ്ങൾക്ക് എന്തായാലും ഈ ടേംസ് ഒക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എൻറ്റിറ്റി എന്താണ്? ട്രാൻസാക്ഷൻ, ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ലയബിലിറ്റീസ്, അസറ്റ്സ്, ഡിസ്കൗണ്ട്, സ്റ്റോക്ക്, പർച്ചേസസ്, സെയിൽസ്. ഓക്കെ, ഇതൊക്കെയാണ് പറയുന്നത് ബേസിക് ടേംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്ന ടേം ആണ് എക്സ്പെൻഡിച്ചർ. Expenditure. Expenditure means it's a cost incurred for the organization for getting a benefit in future. ഒരു ചെലവ് ഇപ്പോ വരുന്നു, എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്യൂച്ചറായി നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നു. ഫോർ എക്സാമ്പിൾ, സാലറീസ് പ്രൊവൈഡഡ് ടു വർക്കേഴ്സ്. സാലറി എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്ന വർക്കേഴ്സിന്? അവര് അവരുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കണം? സാലറി കൊടുക്കണം, അല്ലെ? സോ സാലറീസ് ആൻഡ് എക്സ്പെൻഡിച്ചർ. പക്ഷെ എന്താണ്? അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? ബെനിഫിറ്റ് കിട്ടുന്നു. ഓക്കെ, സോ എക്സ്പെൻഡിച്ചർ എന്ന കോസ്റ്റ് ഇൻകേർഡ് ബൈ ദ ബിസിനസ് ത്രൂ വിച്ച് ദേ ഏൺ സം ബെനിഫിറ്റ്. ഒരു ബെനിഫിറ്റ് ഏൺ ചെയ്യുന്നു. ഓക്കെ, സോ സാലറീസ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഫോർ ദ ഓർഗനൈസേഷൻ. Expenditures are of two types: capital expenditure and revenue expenditure. Capital expenditure means the benefit is retained for a long period. കാലാകാലമാണ് ബെനിഫിറ്റ് നീണ്ടു നിൽക്കും. എന്തിനാ പറയുന്നതാണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഫോർ എക്സാമ്പിൾ, പർച്ചേസ് ഓഫ് ലാൻഡ് വലിയ എമൗണ്ട് ആണ് ഇൻകർ ചെയ്തെങ്കിലും, ഇപ്പൊ 10 lakhs ലാൻഡ് പർച്ചേസ് വലിയ എമൗണ്ട് ആണ് ഇൻകർ ചെയ്തെങ്കിലും കാലാകാലങ്ങളോളം അതിന്റെ ബെനിഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. അതിനെ പറയുന്നതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് കോസ്റ്റ് ഇൻകർ ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ബെനിഫിറ്റ് നമുക്ക് 1 year മാക്സിമം അത്രയിലേക്ക് നമുക്ക് ബെനിഫിറ്റ്. ഫോർ എക്സാമ്പിൾ, സാലറി പ്രൊവൈഡ് ടു വർക്കേഴ്സ്. അത് ആ വർഷം ആ വർക്കറിന് കൊടുക്കുന്ന സാലറിക്ക് അനുസരിച്ച് ആ വർക്കർ എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നു. സോ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെനിഫിറ്റ് ഇസ് റീറ്റെയിൻഡ് ഓൺലി ഫോർ എ ഇയർ. ഒരു ഇയർ അത്രയൊക്കെ വരുന്നുള്ളൂ. പക്ഷെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബെനിഫിറ്റ് ഇസ് റീറ്റെയിൻഡ് ഫോർ മോർ ഇയേഴ്സ്, മോർ ദാൻ ഇയർ എന്ന് പറയാം. ഓക്കെ, സോ ഇതാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു സെയിൽസ് എന്ന്. ഞാൻ പറഞ്ഞു സെയിൽസ് എന്ന് പറയുന്നത് ഇൻകം ഫോർ ദ ഓർഗനൈസേഷൻ. സെയിൽസ് ഇറ്റ്സ് എൻ റവന്യൂ ഫോർ ദ ഓർഗനൈസേഷൻ. അതർ ടൈപ്സ് ഓഫ് റവന്യൂ ഉണ്ട്. അതായത് സെയിൽസ് അല്ലാതെ വേറെ റവന്യൂ അല്ലെങ്കിൽ വേറെ ഇൻകംസ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ്. ഫോർ എക്സാമ്പിൾ, ഒരു ഓർഗനൈസേഷൻ ഡെപ്പോസിറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഡെപ്പോസിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമുക്ക് എന്ത് കിട്ടുന്നു? ഇൻട്രസ്റ്റ് കിട്ടുന്നു. ദാറ്റ് ഇൻട്രസ്റ്റ് ഇസ് ഇൻകം ഫോർ ദ ഓർഗനൈസേഷൻ. ഓക്കെ, ഇൻട്രസ്റ്റ്. ഇനി ഡിവിഡൻസ്. ഡിവിഡൻഡ് എന്ന് നിങ്ങൾക്ക് പുതിയ ടേം ആയിരിക്കാം. ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷെയർ, ഒരു ഓർഗനൈസേഷന്റെ ഷെയർ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഷെയർ ഹോൾഡേഴ്സിന്, ഷെയർ പർച്ചേസ് ചെയ്ത ഷെയർ ഹോൾഡേഴ്സ് എന്നാണ് പറയാ, ആ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ഇൻകം. എക്സാമ്പിൾ, ഇപ്പൊ ഒരു ഓർഗനൈസേഷൻ വേറൊരു ഓർഗനൈസേഷന്റെ ഷെയർസ് പർച്ചേസ് ചെയ്യാം. സോ ദാറ്റ് ഓർഗനൈസേഷൻ ബിക്കംസ് എ ഷെയർ ഹോൾഡർ ഓഫ് ദാറ്റ് ഓർഗനൈസേഷൻ. ഫോർ എക്സാമ്പിൾ, A എന്നൊരു ഓർഗനൈസേഷൻ purchases shares of B. So A becomes a shareholder of B.
അവിടെ എന്താണ് ഈ എ എന്ന പേഴ്സൺ എന്ത് കിട്ടണം, ഒരു റിട്ടേൺസ് കിട്ടണം. ആ റിട്ടേൺസ് അല്ലെങ്കിൽ ഇൻകത്തെ പറയുന്നതാണ് എ എന്ന ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പേഴ്സൺ എന്ന് പറയാം ഓർഗനൈസേഷന് എന്ത് കിട്ടണം, റിട്ടേൺസ് കിട്ടണം. ആ റിട്ടേൺസിനെ പറയുന്നതാണ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് ഇസ് പെയ്ഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ്. പ്രോഫിറ്റ്സിനാണ് എപ്പോഴും എന്ത് ചെയ്യുക, ഡിവിഡൻഡ് പേയ്മെന്റ് നടത്തുക. ഓക്കെ, സോ ഫൈൻ. നിങ്ങൾക്ക് ഏകദേശം ഈ ടേംസ് മനസ്സിലായി വിചാരിക്കും, ബേസിക് ടേംസ്.